ഇന്ദ്രൻസ് നായകനായി എത്തുന്ന പുതിയ സിനിമ ആശാന്റെ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ മമ്മൂട്ടിയും എത്തിയിരുന്നു. ഇന്ദ്രൻസിനെ ചേർത്ത് നിർത്തി മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയും ചെയ്തു. ഇന്ദ്രൻസ് അടക്കമുള്ള താരങ്ങൾക്കൊപ്പം മമ്മൂട്ടി സെൽഫി എടുത്തതും വൈറലായിരുന്നു. സെൽഫി എടുക്കുന്നതിനിടെ നിലത്ത് മുട്ടുകുത്തി നിൽക്കാൻ പോയ ഇന്ദ്രൻസിനോട് മമ്മൂട്ടി എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്ന വീഡിയോയും വൈറലായിരുന്നു. മറ്റുള്ളവർക്കും ഫ്രെയിമിനുള്ളിൽ ഇടം കിട്ടാനായാണ് ഇന്ദ്രൻസ് നിലത്തിരിക്കാൻ തയ്യാറായത്. സംഭവം വൈറലായതോടെ സോഷ്യൽ മീഡിയ രണ്ട് തട്ടിലായിരിക്കുകയാണ്. ഇന്ദ്രൻസിന്റെ എളിമയെയും മമ്മൂട്ടി അദ്ദേഹത്തിന് നൽകിയ ബഹുമാനത്തെയും പ്രശംസിക്കുകയാണ് ഒരു ഭാഗം. എന്നാൽ ഇന്ദ്രൻസിന്റേത് അതിവിനയമാണെന്നാണ് മറ്റൊരു ചിലരുടെ വിമർശനം. ശക്തമായ ഭാഷയിലാണ് സോഷ്യൽ മീഡിയ ഇന്ദ്രൻസിനെ വിമർശിക്കുന്നത്. ഇന്ദ്രൻസ് ചേട്ടൻ സ്വന്തം വില മനസ്സിലാക്കണം. മമ്മൂക്കയ്ക്ക് അധികം ആവശ്യമില്ലാതെ എളിമ കാണിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ആവശ്യമില്ലാതെ എളിമ കാണിക്കുമ്പോൾ കൂടെയുള്ളവർക്കാണ് ബുദ്ധിമുട്ട്. ജയറാമിനെ പോലെ വിനയഗുണിയനാകരുത്. ഇന്ദ്രൻസിന്റെ അതിവിനയം കണ്ട് മമ്മൂക്കയ്ക്ക് ചെറുതായി ദേഷ്യം വരുന്നത് ശരിക്കും അറിയാം. ചില മനുഷ്യർ ഇങ്ങനെ അതിവിനയം കാണിക്കുന്നത് ചിലപ്പോൾ വളരെ ആർട്ടിഫിഷ്യലായും ബോറായും തോന്നും. പ്രതിഫലക്കാര്യത്തിൽ അത്ര വിനയമില്ല എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എണീറ്റ് നില്ലട. ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ലൈക്കുകളും പുകഴ്ത്തലുകളും കിട്ടേണ്ട ഇന്ദ്രൻസ് ചേട്ടന്റെ അതിവിനയ വൈറൽ ഫോട്ടോയെയാണ് മമ്മൂക്ക നൈസായിട്ട് ഇല്ലാതാക്കിയത്. ഇത്രയും വിനയം വേണ്ട മോനെ ഇന്ദ്രു. ഓവർ വിനയം ഫ്രോഡ് ലക്ഷണമാണ്. സത്യത്തിൽ ഇന്ദ്രൻസ് ചേട്ടന്റെ വിനയം ഇത്തിരി ഓവറാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും ചിലർ പറയുന്നു. അതേസമയം ഇന്ദ്രൻസിന്റേത് അതിവിനയമല്ലെന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്നുമാണ് മറ്റു ചിലർ പറയുന്നത്. ആ മനുഷ്യൻ ആർക്കും ദ്രോഹമില്ലാതെ ഏതിലെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ഇനി അങ്ങനെ കൂടി പോസ്റ്റിട്ട് തെറി കൽപ്പിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ലല്ലേ എന്നാണ് താരത്തെ പിന്തുണച്ചെത്തുന്നവർ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു, നിസാർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതൊരു 6 വർഷം മുന്നേ. അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അതിന് സാധാരണ പെയിൻ അത്ര സഹിക്കണ ആളല്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി. സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പിഡ്യൂറൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എപ്പിഡ്യൂറലുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനമെടുത്തു. ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഞാനൊന്നും അറിഞ്ഞില്ല. ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു. ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു എന്നോട്. എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്.